മഞ്ഞും കുളിരും തേടി കരിമ്പനകളുടെ നാട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാലക്കാട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അവധിക്കാലം മുന്നിൽ കണ്ട് സഞ്ചാരികളെ വരവേൽക്കാനായി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഏറെ പ്രത്യാശയോടെയാണ് ടൂറിസം മേഖല പുതുവർഷത്തെ കാത്തിരിക്കുന്നത്. 2024 വിട പറയുമ്പോൾ നല്ല നാളുകളെ വരവേൽക്കാനായി വാതിൽ തുറന്നിടുകയാണ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ നെല്ലിയാമ്പതിയും പറമ്പിക്കുളവും സൈലന്റ് വാലിയും മലമ്പുഴയും എല്ലാം. മഴ കുറവാണെങ്കിലും മഴക്കാല ചാരുത മാഞ്ഞിട്ടില്ല നെല്ലിയാമ്പതിയിൽ. മൂടൽ മഞ്ഞും കുളിരും സഞ്ചാരികളുടെ മനം കവരും. മഞ്ഞും തണുപ്പുമുള്ള ഡിസംബർ മതിയാവോളം ആസ്വദിക്കാൻ നെല്ലിയാമ്പതി ചുരം കയറുകയാണ് സഞ്ചാരികൾ. അതിരാവിലെ നെല്ലിയാമ്പതിയിലെത്തി കാഴ്ചകൾ കണ്ട് വൈകിട്ടോടെ ചുരമിറങ്ങി മടങ്ങുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ഇവിടെയാക്കാമെന്ന് ആഗ്രഹിച്ച് എത്തുന്നവരുടെ എണ്ണവും കുറവൊന്നുമല്ല. നെല്ലിയാമ്പതിയിൽ വിവിധ ഭാഗങ്ങളിലെ റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും ബുക്കിംഗ് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. പലകപ്പാണ്ടി, ആനമട, പുലിയമ്പറ, ചന്ദ്രാമല, നൂറടി, പാടകരി, പകുതിപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിലായി ചെറുതും വലുതുമായ 31 റിസോർട്ടുകളിലാണ് താമസ സൗകര്യമുള്ളത്. ഇവിടങ്ങളിലായി ഏകദേശം 300 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള റിസോർട്ടിൽ 7 മുറികളാണുള്ളത്. പക്ഷേ തോട്ടം മേഖലയോട് ചേർന്നുള്ള സ്വകാര്യ റിസോർട്ടുകളാണ് സഞ്ചാരികൾക്ക് പ്രിയം. ഇവയെല്ലാം തന്നെ ഡിസംബർ ആദ്യം തന്നെ ബുക്കിംഗ് പൂർത്തിയായതായി നെല്ലിയാമ്പതി റിസോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. അവധി ദിനങ്ങളായ ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രം 1000-ലധികം സഞ്ചാരികളാണ് നെല്ലിയാമ്പതി ആസ്വദിക്കാനായിട്ട് എത്തിച്ചേരുന്നത്. സീതാർകുണ്ട്, സർക്കാർ ഓറഞ്ച് ഫാം, കേശവൻപാറ, കാരപ്പറ, തൂക്കപാലം എന്നിവിടങ്ങളിൽ മതി വരുവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ മടങ്ങാറ്. കാരാശൂരി, മിന്നാമ്പാറ ഭാഗങ്ങളിലേക്ക് വനംവകുപ്പിന്റെ അനുമതിയോടെ ട്രെക്കിംഗ് നടത്താമെങ്കിലും ഇവിടങ്ങളിൽ താമസ സൗകര്യത്തിന്റെ കുറവ് കാരണം സന്ദർശകർ അധികം എത്താറില്ലെന്നും അധികൃതർ പറയുന്നു. ക്രിസ്തുമസ് അവധിയും പുതുവർഷവും ആഘോഷിക്കാൻ നീണ്ട യാത്രയൊന്നും വേണ്ടെന്ന് പാലക്കാട്ടുകാർ പറയും. നാടിന്റെ ചുറ്റുവട്ടത്തുണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചകളും മനോഹര ഇടങ്ങളും. ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ കാണുന്നതിനും ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിനും 2-3 ദിവസത്തെ യാത്രയുടെ ആലസ്യമൊന്നും കൂടാതെ കാണാനാവുന്ന സ്ഥലങ്ങളാണ് വീഴുമലയും, നിരങ്ങൻപാറയും, ചിതലിമലയും, മാട്ടുമലയും, ആലിങ്കൽ വെള്ളച്ചാട്ടവും, പല്ലാവൂർ വാമലയും, മംഗലം ഡാമും, ചുനരൂർ മയിൽ സങ്കേതവും ഒക്കെ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് യാത്രാ ക്ഷീണമൊന്നും കൂടാതെ തന്നെ വൈകിട്ട് വീട്ടിലെത്താം. പാലക്കാടൻ നാടൻ വിഭവങ്ങളൊക്കെ രുചിക്കുകയും കഴിയാം. അട്ടപ്പാടിയുടെ മനോഹാരിതയെയും സൈലന്റ് വാലിയുടെ നിശബ്ദ വന്യതയെയും സമന്വയിപ്പിക്കുന്ന ബൊമ്മിയാംപടി പാക്കേജാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 2 പേർക്ക് താമസിക്കാൻ 6500 രൂപയും 5 പേർക്ക് 17,500 രൂപയുമാണ് ചെലവ്. സൈരന്ധ്രി വരെ 5 മണിക്കൂർ നേരത്തെ സഫാരിയിൽ സഞ്ചാരികൾക്ക് 23 കിലോമീറ്റർ കാനന ഭംഗി ആവോളം ആസ്വദിച്ച് മടങ്ങിയെത്താം. 5 പേർക്ക് ഒരു ജീപ്പിന് 3250 രൂപയാണ് നിരക്ക്. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പ്രവേശന അനുമതിയുമുള്ളൂ. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ സൈലന്റ് വാലിയിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്.